ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നുണ്ടല്ലോ നമ്മുടെ ഡ്രസ്സിനകത്തൊക്കെ കളർ പിടിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ പോകുമെന്ന് അറിയാൻ വേണ്ടിയാട്ടോ. അതെന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുണ്ടോ, എനിക്കൊരു അബദ്ധം പറ്റി. അച്ചയുടെ ബനിയനും ചാക്കോച്ചിയുടെ നിക്കറും കൂടി ഇട്ട് ഒരുമിച്ച് അങ്ങ് വെച്ചു, വെള്ളത്തിൽ മുക്കി വെച്ചാൽ കേട്ടോ. പക്ഷേ ഇതെങ്ങനെ ഇങ്ങനെ കളർ പിടിച്ചെന്ന് മറ്റേ ഈ നിക്കറായിരുന്നേ, ഞാൻ ശ്രദ്ധിക്കാതെ വെച്ച് പോയതാണ്. അപ്പോൾ ഇതെങ്ങനെ എനിക്ക് 2-3 പ്രാവശ്യം പറ്റിയിട്ടുണ്ടേ. അതുകൊണ്ട് ഞാൻ പിന്നെയും നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ, അതെങ്ങനെ നമുക്ക് ഈ കളറൊക്കെ മാറി നല്ലതുപോലെ എത്തുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇന്ന് നമുക്ക് എന്നെ ചെയ്യുന്നത് നോക്കിയാലോ. ഇതുണ്ട്, ഇത് നല്ലതുപോലെ പറ്റിപ്പോയി. ചേട്ടായി കൊണ്ട് കൊടുത്തായിരുന്നു കേട്ടോ. ചേട്ടാ കമ്പനിയിലായിരുന്നു, 2020 ആയിരുന്നേ ബനീന്. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുത്തായിരുന്നു. ഇതേ ഈ കോലത്തിലെത്തി. അപ്പോൾ ഇതെന്തായാലും നമുക്കത് എങ്ങനെയാണ് നമുക്കൊരു അത്യാവശ്യം മുഴുത്തൊരു ചെരുവോ എന്താണെന്ന് വെച്ചാൽ കലവോ എന്തെങ്കിലും വെച്ച് എടുക്കാം കേട്ടോ. നമുക്ക് എന്നിട്ട് ഈ തുണി അതിനകത്തേക്ക് ഇട്ട് വെക്കാം. ഇട്ട് വെച്ചിട്ട് നികത്തെ വെള്ളം ഒഴിക്കണേ. നല്ലതുപോലെ മുങ്ങിക്കിടക്കുന്ന രീതി വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയേ. തുണി നല്ലതുപോലെ മുങ്ങിക്കിടക്കുന്ന രീതി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് സോപ്പ് പൊടിയോ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ സോപ്പ് പൊടി തീർന്നു പോയത് കൊണ്ട് ഞാനൊരു സോപ്പ് കഷ്ണം എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. സോപ്പ് കഷ്ണം ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, സോപ്പ് പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കിത് അടുപ്പയിൽ വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തിളപ്പിക്കാം. ഇങ്ങനെ താത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം ചൂടാകുന്നതനുസരിച്ച് വല്ല തവിക്കണയോ എന്തെങ്കിലും വേറെ കമ്പോ എന്തെങ്കിലും വെച്ച് താത്ത് കൊടുക്കണേ. അല്ലെങ്കിൽ പിന്നെ ഈ വെള്ളം തിളയ്ക്കുന്ന അനുസരിച്ച് തുണി ഇതുപോലെ പൊങ്ങി പോകും. അതനുസരിച്ച് നമ്മൾ താത്ത് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നല്ല തീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഈ പിടിച്ചിരിക്കുന്ന കളറെല്ലാം മാറും കേട്ടോ. പിന്നെ കളറൊന്നും പോകുകയില്ല കേട്ടോ. ഇപ്പം ഞാൻ 2-3 പ്രാവശ്യം എനിക്ക് വെള്ളത്തുണി തന്നെയാണ് ഇങ്ങനെ കളർ പിടിച്ച് കണ്ടേക്കുന്നത്. ഞാൻ ഇതുപോലെ ചെയ്യുമ്പോഴത്തേന് നല്ല വൃത്തിയായിട്ട് വരും. എന്തുണ്ടേ, ഇങ്ങനെ വെള്ളം തണുത്ത് നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതേ വെള്ളം ഞാൻ വാങ്ങി വെച്ച് വെള്ളം തണുത്തപ്പോൾ ഇതേ ഉണ്ട്, അത്യാവശ്യം കളറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ നല്ലതുപോലെ പിഴിഞ്ഞ് ഉണങ്ങാനിടാം കേട്ടോ. ഉണങ്ങി കഴിയുമ്പോഴാട്ടോ ഇത് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിപ്പോൾ തന്നെ കണ്ടോ, ഇതിനകത്ത് കളറൊക്കെ മാറിയില്ലേ, നേരത്തെ കണ്ട പോലല്ലോ. ഞാനിത് വിരിച്ചിട്ട് കേട്ടോ, വൈകുന്നേരം ആയതുകൊണ്ട് ഇതിനകത്ത് വെട്ടം ഇതായിപ്പോയി കേട്ടോ, വെട്ടം കുറഞ്ഞു വന്നു, സന്ധ്യയായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ ഞാനിതൊന്ന് കാണിച്ചു തരാം കേട്ടോ, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകുവേ. ബനിയൻ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിന് കളർ പിടിച്ച കളറെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ, നല്ല വൃത്തിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.